മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും സ്കാൽപ്പ് ക്ലീൻ ആവാനും പുതിയ മുടികൾ കിളിർക്കാനും ഇതുപോലെ പറ്റിയൊരു പാക്ക് വേറെ ഇല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു പിടി ഉലുവ എടുത്ത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർക്കാനിടുക. ആ ഉലുവ നമുക്കൊന്ന് മുളച്ച് വരുന്ന പരുവത്തിലാവണം. അതിനാണ് പാക്ക് ചെയ്യുന്നതിന് 2 ദിവസം മുന്നേ വെള്ളത്തിൽ കുതിർക്കാനിടുന്നത്. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പിടി പയറെടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കുക. ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ആ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ കുതിർത്ത് ഒന്ന് കിളിപ്പിച്ച് വെച്ചേക്കുന്ന ഉലുവയിലേക്ക് ഈ പയറും കൂടെ ആ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം പയറും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമുക്ക് ആ ഉലുവ നന്നായിട്ട് നമ്മൾ ഈ പാക്ക് ചെയ്യുന്നതിന് 2 ദിവസം മുന്നേ വെള്ളത്തിലിട്ട് വെച്ചത് കാരണം ഉലുവ നന്നായിട്ടൊന്ന് കുതിർന്ന് നല്ല മുള വന്ന ഒരു പരുവമായിട്ടിരിപ്പുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ പയർ ഇട്ട് കൊടുക്കുന്നത്. പയർ നമ്മൾ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് പയർ ഉലുവയും മുടിയുടെ ലെങ്ത്തിന് അനുസരിച്ച് തിക്നെസ്സിനനുസരിച്ച് എടുക്കുമ്പോൾ വ്യത്യാസപ്പെടും. ഞാനിപ്പം എൻ്റെ ഹെയറിൻ്റെ ആവശ്യത്തിനുള്ള അളവിനാണ് ഒരു പിടി അളവിൽ എടുത്തേക്കുന്നത്. മുളപ്പിച്ച് വെച്ചേക്കുന്ന ഉലുവയിലേക്ക് ഈ പയറിട്ടതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം കഞ്ഞിവെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പച്ചവെള്ളം ഒഴിക്കാം. എനിക്കത് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് കഞ്ഞിവെള്ളം ഒഴിക്കുന്നത്. കഞ്ഞിവെള്ളം ഒഴിച്ച് പറ്റുന്നവരാണെങ്കിൽ നല്ല റിസൾട്ടാണ്. ചിലർക്ക് കഞ്ഞിവെള്ളം അത്ര പറ്റത്തില്ല, ഹെയർ ഫോൾ ഉണ്ടാവുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ കഞ്ഞിവെള്ളം തന്നെ സ്കിപ്പ് ചെയ്യാതെ എടുക്കുക. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് ഉലുവയും മുളപ്പിച്ച ഉലുവയും ആ പയറും കൂടി ആ കഞ്ഞിവെള്ളത്തിൽ കിടന്ന് ഒരു ദിവസം കൂടി നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. ഇപ്പോൾ നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് പയർ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഉലുവ ഓൾറെഡി നമുക്ക് കുതിർന്ന് കിട്ടിയതാണ്, നന്നായിട്ട് മുളയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നല്ല ഒരു ആ വെള്ളം തന്നെ നല്ലൊരു കട്ടിപ്പരുവായിട്ടുണ്ട്. നമ്മളിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. ഉലുവയെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പാക്കിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവരായിരിക്കും എല്ലാവരും. മുടി കൊഴിച്ചിൽ മാറാൻ, പുതിയ മുടി കിളിർക്കാൻ, താരൻ മാറാൻ, അതുപോലെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആവാൻ, അങ്ങനെ ഒന്നിലധികം ഗുണങ്ങൾ ഉള്ള ഒന്നാണ് ഉലുവ. സ്ഥിരമായിട്ട് ഒരാഴ്ച 2 വട്ടമൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ പുതിയ മുടികൾ, നമുക്ക് കൊഴിഞ്ഞു പോയ മുടികളൊക്കെ കിളിർത്ത് വരാൻ ഒരു അടിപൊളി ഒരു സാധനമാണ് ഈ ഉലുവ എന്ന് പറയുന്നത്. ചെറുപയറും അതുപോലെ തന്നെയാണ് മുടിയുടെ നല്ല ശക്തി വരാൻ, അതുപോലെ തന്നെ മുടിയുടെ ഡാമേജുകളൊക്കെ മാറാൻ, സ്കാൽപ്പൊക്കെ നല്ല ക്ലീനായി വരാൻ ഒക്കെ ഒരുപാട് നല്ലതാണ് പയറും. നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാത്ത പക്ഷം പാക്ക് തേച്ചതിന് ശേഷം തല നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അല്ലെങ്കിൽ ഹെയർ പാക്കിൻ്റെ എന്തെങ്കിലും അംശമൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഹെയർ പൊഴിയുന്നത് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഉലുവ എന്ന് പറയുന്നതും അതുപോലെ തന്നെ പയറെന്ന് പറയുന്നതും മുടി ഡ്രൈ ആക്കുന്ന ഒന്നാണ്. സ്കാൽപ്പ് ക്ലീൻ ആവും, അതുപോലെ മുടി നന്നായിട്ട് വളരും, പുതിയ മുടികൾ കിളിർക്കും, മുടിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നന്നായിട്ട് ശക്തി വരും ഒക്കെ ആണ്. പക്ഷേ നന്നായിട്ട് ഡ്രൈ ആവുന്ന ഒന്നാണ് ഉലുവയും പയറും. അപ്പം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഹെയർ ഓയിൽ ചെയ്യുക. മുടിയും സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ടൊന്ന് ഓയിൽ ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണയോ ഹോട്ട് ഓയിൽ മസാജോ അല്ലെങ്കിൽ കാച്ചിയ എണ്ണ, പച്ച വെളിച്ചെണ്ണ, എന്ത് വേണമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയാണോ അതേതായാലും തലയിലും മുടിയിലും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ചിട്ട് 10 മിനിറ്റിന് ശേഷം ഹോട്ട് ഓയിൽ മസാജൊക്കെ ആണെങ്കിൽ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷം പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ടായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ സാധാരണ വെളിച്ചെണ്ണ ഒന്ന് തേച്ചൊരു 10 മിനിറ്റിന് ശേഷമാണ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മുടിയിലൊക്കെ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ മുടി നന്നായിട്ട് ഡ്രൈ ആകുമ്പോൾ നമുക്ക് മുടി തോനെയും പൊട്ടിപ്പോകുന്നതിൻ്റെ തൊട്ട് തോന്നും. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഹെയറിൽ നന്നായിട്ട് ഓയിലൊക്കെ തേച്ചതിന് ശേഷം തല ഒന്ന് നനച്ച് ഒരു വെറ്റായ ഹെയറിലോട്ട് വേണമെങ്കിൽ ഈ പാക്ക് അപ്ലൈ ചെയ്യാം. അതും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടും എളുപ്പമായിട്ടൊക്കെ തോന്നുന്ന ഏതാണോ അത് നിങ്ങൾക്ക് സ്വീകരിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഹെയറിലും സ്കാൽപ്പിലും നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മാത്രമാണ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടതിന് ശേഷം മാത്രം ഈ പാക്ക് യൂസ് ചെയ്യാൻ നോക്കുക. ഓവർ ഓയിലി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം ഹെയർ ഓയിൽ തേക്കാം. അതല്ല നല്ല ഫ്രിസി നല്ല ഡ്രൈ ഹെയർ ആയിട്ടുള്ളവരാണെങ്കിൽ നന്നായിട്ട് ഓയിൽ തേക്കുക. ഓയിൽ തേച്ചൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഹെയറിലും അതുപോലെ തന്നെ റൂട്ടിലും
നന്നായിട്ട് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അതാണ് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഒന്നെങ്കിൽ ഡ്രൈ ആവുന്ന ഫ്രഷ്നെസ് മാറാനുള്ളതൊക്കെ ആണെങ്കിൽ ഹെയറിലും, അല്ലാതെ മുടി നിന്നിട്ട് വളരാനൊക്കെ ഉള്ളതാണെങ്കിൽ സ്കാൽപ്പിലുമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ പാക്ക് എന്ന് പറയുന്നത് സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ സാധാരണ എണ്ണയൊക്കെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂട്ട് ഒന്നെങ്കിൽ നന്നായിട്ട് വൗരെടുത്ത് അപ്ലൈ ചെയ്ത് മുടി കെട്ടി വെച്ചിട്ട് പോകാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ തേക്കാൻ എളുപ്പം അതേ രീതിയിൽ അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് നന്നായിട്ട് വൗരൊക്കെ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ മുടിയിലും സ്കാൽപ്പിലും നന്നായിട്ട് നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് 2 ദിവസം മുന്നെയാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മുടി നല്ല ബൗൺസി ആയിട്ട് കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവത്തുള്ളൂ. ഈ പാക്ക് നമുക്കൊരാഴ്ച 2 ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മുടി കെട്ടാതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇടുകയാണെങ്കിൽ നമുക്ക് മുടി നന്നായിട്ട് ചുരുണ്ടിരിക്കുകയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാനും ഇത് സഹായിക്കും. കാലനരയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മളെപ്പോഴും പറയുന്നതാണ് കൂടുതലും ഷാമ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഷാമ്പു ഉപയോഗിക്കാതിരുന്നാലും നമ്മുടെ തലമുടിയൊക്കെ നല്ല ഒരു ഹെയർ ഗ്രോത്ത് പാക്കുമാണ്. അതുപോലെ തന്നെ സ്കാൽപ്പൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു അടിപൊളി ടിപ്പുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.